ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ചെറിയൊരു PSC ലൈഫ് എക്സ്പീരിയൻസ് താട്ടോ. അപ്പോൾ ഈ കാണുന്നത് എൻ്റെ ഒരു ബുക്ക് ഷെൽഫാണ്. ഇത് ഫുള്ള് അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് റീഓർഗനൈസ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ PSC ലൈഫ് എക്സ്പീരിയൻസസും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒരു ദിവസം വെറുതെ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ടൊരു വീഡിയോയാണ് ആക്ച്വലി എന്നെ PSCയിലേക്ക് എത്തിച്ചത്. ഞാൻ അന്ന് കണ്ടത് ഒരു ജോഗ്രഫി ക്ലാസ്സിൻ്റെ വീഡിയോ ആയിരുന്നു. ആ ക്ലാസ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. വളരെ ഈസി ആയിട്ടും നല്ല രീതിയിൽ മനസ്സിലാവുന്നതായിട്ടും എനിക്ക് തോന്നി. ജോഗ്രഫി എനിക്ക് പൊതുവേ എളുപ്പമുള്ള സബ്ജക്റ്റാണ്. ഇനി അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും വളരെ എളുപ്പമുള്ളതായിട്ട് തോന്നി. എല്ലാ കാര്യങ്ങളും പഠിച്ചത് തന്നെയാണ്, പക്ഷേ എല്ലാം മറന്നു പോയിട്ടുണ്ട്, എങ്കിലും നല്ലത് തന്നെയാണ്. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്ന കുറച്ച് ക്ലാസ്സുകളൂടെ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് വളരെ എളുപ്പമായിട്ടും നല്ല രീതിയിൽ മനസ്സിലാവുന്ന ക്ലാസ്സുകളൊക്കെ ആയിട്ട് തോന്നി. അപ്പം PSCയെ പറ്റി എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. എനിക്കറിയാവുന്ന കാര്യം 100 മാർക്കിന് നടത്തുന്ന GK ക്വസ്റ്റ്യൻസ് ആണ്, OMR എക്സാമാണ്. എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അതിൽ ഭാഗ്യമുള്ളവർക്കൊക്കെ കിട്ടും. ഇത്രയാണ് PSCയെ പറ്റി എനിക്കറിയാവുന്ന കാര്യം. അല്ലാതെ അതൊരു സിലബസ് ബേസ്ഡ് എക്സാം ആണെന്നൊന്നും എനിക്കറിയേണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് വീഡിയോസിലൂടെയാണ് ഞാൻ PSCയെ പറ്റി ശരിക്കും മനസ്സിലാക്കിയത്. ഓരോ എക്സാംസിനും പർട്ടിക്കുലർ സിലബസ് ഉണ്ട്, ആ സിലബസിൽ നിന്നുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അപ്പം ഞാനും PSC പഠിക്കാനൊക്കെ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ചാടി പിടിച്ച് ഞാനും അതിന് അപ്ലൈ ചെയ്തു. ഒരു റാങ്ക് ഫയലൊക്കെ വാങ്ങി. ലക്ഷ്യൻ്റെ റാങ്ക് ഫയലാണ് ഞാൻ വാങ്ങിയത്. അതൊക്കെ വാങ്ങി. അപ്പോൾ പഠിച്ച് എങ്ങനെ തുടങ്ങണമെന്നിങ്ങനെ വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് ടെലിഗ്രാം ചാനലുകളെ പറ്റിയൊക്കെ അറിയുന്നത്. അങ്ങനെ ഞാനും ഒരു അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു ചാനലിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അവരൊരു ടൈം ടേബിൾ ബേസ് ചെയ്ത് പഠിപ്പിച്ച് പോവുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ ആ ടൈം ടേബിൾ ഫോളോ ചെയ്ത് വന്നു. വളരെ നല്ല രീതിയിൽ തന്നെയാണ് തുടങ്ങിയത്. പക്ഷേ ഒരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഫാസ്റ്റായിട്ടായിരുന്നു അവർ ആ ക്ലാസ് പോയിക്കൊണ്ടിരുന്നത്. കാരണം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ആണ് ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം ഫാസ്റ്റായിട്ടാണ് ഈ ക്ലാസ്സെല്ലാം പോയിക്കൊണ്ടിരുന്നത്. അപ്പം ആക്ച്വലി എനിക്ക് അവരുടെ കൂടെ എത്താൻ കഴിയുന്നില്ലെങ്കിലും പിന്നെ ഞാൻ മാക്സിമം എന്നെക്കൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എത്തിപ്പിടിക്കാനായിട്ട്. അപ്പം റിവിഷൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ എനിക്ക് പറ്റിയിരുന്നു. കാരണം എങ്ങനെയെങ്കിലും സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ ലക്ഷ്യം. കാരണം ഒരു ഏരിയ പോലും അറിയാത്തതുണ്ടാവാൻ പാടില്ല, എല്ലാ ഏരിയയും അറിയണമല്ലോ. അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും ക്വസ്റ്റ്യൻസ് വരുമ്പം നമുക്ക് അത്യാവശ്യം പിന്നെ ഓപ്ഷൻസും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ അറിയാമെങ്കിൽ എഴുതാമെന്നുള്ളൊരു ധാരണയിൽ സിലബസ് എങ്ങനെയെങ്കിലും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഉള്ള ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഞാൻ ആ ടൈം ടേബിൾ ഫോളോ ചെയ്ത് പോയിരുന്നത്. പക്ഷേ എക്സാം അറ്റൻഡ് ചെയ്തു. ആ എക്സാം കിട്ടിയില്ല, അത് നല്ല ഫ്ലോപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിന് ശേഷമാണ് 10th പ്രിലിംസും 12th പ്രിലിംസൊക്കെ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്തു. പക്ഷേ കുറച്ച് ഫാമിലിയുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രശ്നം മീൻസ് കുറച്ച് ഫാമിലിയിൽ ബിസി ഒരു ടൈമായിരുന്നു. എങ്കിലും ഞാൻ വിട്ടില്ല, അതിന് അത്യാവശ്യമൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത്. 2 എക്സാംസും കട്ട് ഓഫിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ടാണ് എനിക്ക് കിട്ടാതെ പോയത്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇങ്ങനെ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല. ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ നമ്മൾ സമയം കണ്ടെത്തി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ. നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് എങ്ങനെയെങ്കിലും സിലബസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഒന്നും കാര്യമില്ല. പഠിക്കുന്നത് വ്യക്തമായിട്ട് ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. പഠിക്കുന്നത് വ്യക്തമായിട്ട് പഠിച്ചില്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ നമുക്കൊന്നും മാനേജ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് LDC എക്സാംസിൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കേൾക്കുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷനൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ തന്നെ ഒരുപാട് ചാനലുകളിലും അതുപോലെ ആപ്പുകളിലും ഒക്കെ LDC എക്സാമിൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാനും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിൽ തന്നെ നല്ലൊരു ചാനലിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അവരുടെ കൂടെയാണ് ഞാനും LDC എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്. വളരെ നല്ലൊരു ചാനലായിരുന്നു, വളരെ നല്ല ക്ലാസ്സുകളായിരുന്നു അവർ തന്നിരുന്നത്. പൊതുവേ ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് കറണ്ട് അഫയേഴ്സ്, എക്കണോമിക്സ്, ഹിസ്റ്ററി ഇതൊക്കെയായിരുന്നു പാടുള്ള കാര്യങ്ങൾ. അപ്പം മറ്റേ 2 സബ്ജക്ട്സും ഇപ്പോൾ ഹിസ്റ്ററിയും എക്കണോമിക്സും എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചെടുക്കാമെന്ന് വിചാരിച്ചാലും കറണ്ട് അഫയേഴ്സ് ആയിരുന്നു എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്തൊരു വിഷയം. പക്ഷേ ഈ ചാനലിൻ്റെ ഹെൽപ്പ് കൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് വളരെ എളുപ്പമായിരുന്നു. കാരണം ഇവരുടെ പ്രോപ്പറായിട്ടുള്ള റിവിഷനും എക്സാംസും ഒക്കെ നടത്തിയാണ് ഇവർ ക്ലാസ് കൊണ്ടുപോയത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ
കറണ്ട് അഫയേഴ്സ് എനിക്ക് മെച്ചപ്പെടുത്താൻ സാധിച്ചിരുന്നു. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലോങ് ടേം ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു. കാരണം നോട്ടിഫിക്കേഷനൊക്കെ വരുന്നതിന് ഒരുപാട് മുന്നേ തന്നെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പഠനമായിരുന്നു. അപ്പോൾ ആക്ച്വലി അതിൻ്റെ ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം അമ്മമാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. നമുക്ക് വീട്ടിലെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും ഒക്കെ വരുമ്പം നമ്മൾ ഇടയ്ക്ക് ഡിപ്രസ്ഡ് ആയിപ്പോകും. നമുക്ക് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഇത്രയും കാലം അതൊക്കെ പെർഫെക്റ്റായിട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനൊരു പഠിക്കുന്ന കാര്യത്തിലേക്ക് വരുമ്പം നമുക്ക് അതൊക്കെ കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. മക്കളുടെ കാര്യങ്ങളാണെങ്കിലും വീട്ടിലെ ക്ലീനിങ്, ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. എനിക്ക് അങ്ങനെയൊക്കെ വന്നിരുന്നു. അപ്പോൾ മക്കളിപ്പോൾ കളിക്കാൻ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങാൻ വിളിക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അവരോടൊപ്പം എത്താൻ സാധിക്കില്ല. അപ്പോൾ ഞാനൊരു നല്ല അമ്മയല്ലേ എന്നൊക്കെയുള്ള ഒരു തോന്നലുകൾ ഒരുപാട് നമുക്ക് ഡിപ്രഷൻ തരുന്നൊരു സംഭവമായിരുന്നു. എങ്കിലും നമ്മൾ മക്കളെയൊക്കെ ഒരുപാട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. നമ്മൾ പഠിക്കുകയാണ്, പഠിച്ച് കഴിയുമ്പം കുറച്ച് നാളത്തേക്കല്ലേ ഉള്ളൂ, അത് കഴിയുമ്പോൾ നമുക്ക് കളിക്കാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മക്കളെ ഓക്കെ ആക്കിയിരുന്നു. എങ്കിലും ചെറിയ മക്കളായതുകൊണ്ട് തന്നെ അവർ നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കുമെങ്കിലും വീണ്ടും അവർക്ക് കളിക്കാൻ വരണം എന്നൊക്കെ, അല്ലെങ്കിൽ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കുറവാകുമ്പം അവർ കുറച്ച് ആവുമല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഒരു തരത്തിൽ ഞാനതൊക്കെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോയി. എക്സാം എനിക്ക് കോഴിക്കോടായിരുന്നു. വളരെ എളുപ്പമുള്ള എക്സാമായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എക്സാം ഹാളിൽ ഇരുന്നിട്ട്. കാരണം പഠിച്ച കാര്യങ്ങളാണ്. എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം ബാക്കിയുള്ള കുട്ടികൾക്കും എക്സാം വളരെ എളുപ്പമാണെന്ന് കേട്ടു. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയായി. കാരണം മറ്റുള്ളവർക്ക് എളുപ്പമാകുമ്പോൾ നമുക്കത് മോശമായിട്ടാണല്ലോ ഭവിക്കുക. എങ്കിലും സാരമില്ല, വരുന്നിടത്ത് വെച്ച് കാണാമെന്ന രീതിയിൽ തന്നെയായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഫൈനൽ ആൻസർ കീ വന്നപ്പോഴാണ് ഞാൻ ആ നഗ്ന സത്യം മനസ്സിലാക്കുന്നത്. ഒരുപാട് നെഗറ്റീവുകൾ എനിക്ക് വന്നു പോയിട്ടുണ്ടായിരുന്നു. കാരണം എക്സാംസിൻ്റെ ആ ഒരു എക്സാമിൻ്റെ ഈസിനെസ് കൊണ്ട് ധൃതി പിടിച്ച് ആൻസർ ചെയ്തിട്ട് മാർക്ക് ചെയ്യുന്നതിലൊക്കെ ഒരുപാടല്ല, കുറച്ചൊക്കെ മിസ്റ്റേക്സ് വരുത്തി. അതുപോലെ തന്നെ 2 പ്രാവശ്യം വായിച്ച് നോക്കേണ്ട ക്വസ്റ്റ്യൻസൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ധൃതി പിടിച്ച് ആൻസർ ചെയ്ത് തെറ്റിച്ചു. അപ്പോൾ എക്സാംസിന് അങ്ങനെ കുറച്ച് മാർക്ക് കുറയാൻ കാരണമായി. അപ്പോൾ LDCക്ക് ഇന്നാവോ ഔട്ടാവോ എന്നറിയത്തില്ല. എങ്കിലും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പം LDC എക്സാം കഴിഞ്ഞിട്ട് 2 മാസം ഞാൻ പഠിച്ചതേയില്ല. ഫുൾ ബുക്കെല്ലാം അതുപോലെ അന്ന് കൊണ്ട് വെച്ചിട്ട് പിന്നെ തുറന്നിട്ടേയില്ല. കാരണം ഒരു റെസ്റ്റ് എനിക്ക് ആവശ്യമായിരുന്നു. കാരണം അത്രയ്ക്കും ബേൺ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. വീട്ടിലെ കാര്യങ്ങളും ഞാൻ ആ പഠിക്കുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ഫുഡ് പോലും ഞാൻ ഉണ്ടാക്കത്തില്ലായിരുന്നു. കാരണം അതൊക്കെ എനിക്ക് ടൈം വേസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. ഫാമിലി ഫങ്ഷൻസും ഗെറ്റ് ടുഗെദേഴ്സും ഒക്കെ മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്തിട്ട് കൂടുതൽ പഠിക്കാൻ വേണ്ടി തന്നെയാണ് സമയം കണ്ടെത്തിയിരുന്നത്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ബേൺ ഔട്ട് ആയതുകൊണ്ട് തന്നെ ബുക്സൊക്കെ മാറ്റി വെച്ച് 2 മാസം നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോഴാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവാണല്ലോ ഡിസംബറിൽ. അപ്പം ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം നല്ല രീതിയിലുള്ളൊരു ബേസ് എനിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് പഠിച്ചാൽ മതിയല്ലോ. അപ്പോൾ കിട്ടുന്ന അവസരങ്ങളൊന്നും കളയണ്ടെന്ന് വിചാരിക്കുന്നു. എത്രത്തോളം എഫേർട്ട് ഇടാൻ പറ്റുമെന്ന് അറിയത്തില്ല. എങ്കിലും ട്രൈ തന്നെ. നമ്മളെക്കൊണ്ട് ട്രൈ ചെയ്യാനല്ലേ പറ്റത്തുള്ളൂ. നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വന്നു ചേരും. നമ്മൾ ട്രൈ ചെയ്യാതിരുന്നു എന്നുള്ളൊരു കുറ്റബോധം നമുക്ക് വേണ്ടല്ലോ. അപ്പം അടുത്ത ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ റീസ്റ്റാർട്ട് ചെയ്തു. അപ്പം ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് ആരെങ്കിലും കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും അവസരങ്ങൾ കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.